ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് അന്വേഷണത്തിൽ ട്വിസ്റ്റുകളിന്മേൽ ട്വിസ്റ്റുകളുടെ ദിവസമായിരുന്നുവെന്ന് SIT ഡിണ്ടിഗലിലെത്തി ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയോ അല്ലയോ എന്നതാണ് പകൽ മുഴുവൻ ജിജ്ഞാസ നിലനിർത്തിയ ചോദ്യം. ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു അന്വേഷണ സംഘം. എന്നാൽ താനല്ല ഈ ഡി മണിയെന്നും തനിക്കൊന്നും അറിയില്ലെന്നുമാണ് ഡിണ്ടിഗൽ വ്യവസായി പറയുന്നത്. ഓട്ടോ മണി, ഫിനാൻസ് മണി, ഡയമണ്ട് മണി, ദാവൂദ് മണി, ദുബായ് മണി, ഈ പേരുകളെല്ലാം ഉള്ളത് ഒരേ ആൾക്കാണോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ളത് ഇയാൾക്ക് തന്നെയാണോ? ഒപ്പം പോറ്റിപ്പട വിവാദവും ഇന്ന് പുതിയ തലത്തിലെത്തി. മുഖ്യമന്ത്രിയെ നേരിട്ട് ഉന്നമിട്ട് കോൺഗ്രസ് ഉയർത്തിവിട്ട പോറ്റിപ്പട വിവാദം കോൺഗ്രസിന്റെ ഷൂസിലേക്കുള്ള വെടിയായി തന്നെ തിരിച്ചടിക്കുന്ന നിലയിലേക്കാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. ആദ്യം എക്സ്ട്രാ. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ശബരിമല വിഷയത്തിൽ അന്താരാഷ്ട്ര പുരാവസ്തു ഇടപാട് സംഘത്തിന് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയത്. പിന്നാലെ ചെന്നിത്തലയുടെയും അദ്ദേഹം പറഞ്ഞ വിദേശ വ്യവസായിയുടെയും മൊഴിയെടുത്തു. ഈ മൊഴികളിലാണ് ഡി മണി എന്ന തമിഴ്നാട് സ്വദേശി ബാലമുരുകന്റെ പേര് പുറത്തുവന്നത്. ഡി മണി എന്ന ദുരൂഹ വ്യവസായി അന്വേഷിച്ച SIT എത്തിയത് തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയുടെ അടുത്ത്. ആദ്യകാലത്ത് ഓട്ടോ മണി, പിന്നെ ഫിനാൻസ് മണി, പിന്നെ ഡയമണ്ട് മണി, ചിലർക്കിടയിൽ ദാവൂദ് മണി, ഇങ്ങനെ പല പേരുകളിൽ പലയിടങ്ങളിൽ ഇടപാട് നടത്തുന്നയാളാണ് വ്യവസായിയായ മണി. മണിയുടെ ഡിണ്ടിഗലിലെ വീട്ടിലും ഓഫീസിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇയാളുടെ കൂട്ടാളി എന്ന് കരുതുന്ന ശ്രീകൃഷ്ണൻ എന്ന ഇടപാടുകാരന്റെ ചെന്നൈ വിരുദ്ധനഗറിലെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. എന്നാൽ താൻ ഡി മണിയല്ലെന്ന നിലപാടിലാണ് ചോദ്യം ചെയ്യപ്പെട്ട MS മണി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യവസായി പറയുന്നത്. ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്നും ജനുവരി ആദ്യവാരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് SITയുടെ നിലപാട്. ഡിണ്ടിഗൽ വ്യവസായി ഇതും നിഷേധിക്കുകയാണ്. ആദ്യ എക്സ്ട്രാ, ന്യൂസ് മലയാളം. ഡി മണിയെപ്പറ്റി ആദ്യം വിവരം നൽകിയത് രമേശ് ചെന്നിത്തലയുടെ മൊഴിയിലെ വിദേശ വ്യവസായിയാണ്. പുരാവസ്തു ഇടപാടുകൾ നടത്തുന്ന ദുരൂഹ പശ്ചാത്തലമുള്ള തമിഴ്നാട് വ്യവസായി എന്നാണ് വിവരം. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയത് ഇയാളാണെന്ന് വ്യവസായിയുടെ മൊഴിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒത്താശയിൽ ശബരിമലയിൽ നിന്ന് വിഗ്രഹങ്ങൾ കടത്തി എന്നുമാണ് മൊഴിയിലുള്ളത്. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡി മണി 2020 ഒക്ടോബറിൽ കേരളത്തിലെത്തിയത്രേ. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അവയുടെ ഇടപാട് നടത്തി എന്നുമാണ് ആരോപണം. താൻ ഡി മണി അല്ലെന്നും പേര് MS മണി എന്നാണെന്നും SIT ചോദ്യം ചെയ്ത വ്യവസായി. അന്വേഷണ സംഘം പറഞ്ഞ വിഷയം എന്താണെന്ന് തന്നെ അറിയില്ല. സ്വർണ്ണക്കൊള്ളയെ പറ്റിയും അറിയില്ല. പോലീസുകാർ കുറച്ച് ഫോട്ടോകൾ കാണിച്ചു. തനിക്ക് ആരെയും അറിയില്ല എന്ന് പറഞ്ഞു. തനിക്ക് ഡിണ്ടിഗൽ കേന്ദ്രമാക്കി റിയൽ എസ്റ്റേറ്റ് ഇടപാട് മാത്രമേ ഉള്ളൂ എന്നും വ്യവസായി പറയുന്നു. ബിസിനസിനെ പറ്റിയും ആദായ നികുതി വിശദാംശങ്ങളും SIT ചോദിച്ചു എന്നാണ് വ്യവസായി പറയുന്നത്. ചോദിച്ചതിനെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് ഇയാളുടെ വിശദീകരണം. താൻ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ സുഹൃത്ത് ബാലമുരുകൻ്റേതാണ് എന്ന് ഡിണ്ടിഗൽ വ്യവസായി പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ നമ്പറിലേക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളവർ വിളിച്ചെന്നാണ് വിവരം. ബാലമുരുകനും ഡി മണിയും MS മണിയും ഒരാൾ തന്നെയാണോ എന്നതാണ് ഇപ്പോൾ സംശയം. ഇയാൾക്ക് വലിയ സാമ്പത്തിക സ്വാധീനവും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഡിണ്ടിഗലിൽ എത്തി ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണ് എന്നാണ് SIT പറയുന്നത്. ജനുവരി 4, 5 തീയതികളിൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്ക് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് SIT. ചെന്നിത്തലയും വിദേശ വ്യവസായിയും നൽകിയ മൊഴിയിൽ കഴമ്പുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യനിധി കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ടു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഒരാരോപണം. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ലിസ്റ്റിൽ നേരത്തെ ഡി മണിയുടെ പേരില്ല. മറ്റൊരു പേരിലാണോ ഇയാൾ ഇടപാടുകൾ നടത്തിയിരുന്നത് എന്നും പരിശോധിക്കുന്നുണ്ട്. വിഗ്രഹ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ശൃംഖലയ്ക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സ്വകാര്യമായി സംസാരിക്കുന്നു എന്ന മട്ടിൽ പ്രചരിച്ച ചിത്രത്തിന് പിന്നിലെ വാസ്തവവും ഇന്ന് പുറത്തു വന്നു. ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നുള്ളതാണ് വിവാദ ചിത്രം. ബാംഗ്ലൂർ ആസ്ഥാനമായ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ശബരിമലയിൽ പോലീസിന് ഉപയോഗിക്കാൻ ആംബുലൻസ് കൈമാറുന്നതായിരുന്നു ചടങ്ങ്. താക്കോൽ ദാനം നടത്തിയതിന് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി നടന്നു നീങ്ങുമ്പോൾ സ്പോൺസർമാരുടെ ഭാഗമായി പരിപാടിക്കെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ വണങ്ങുന്നു. തിരിച്ചു തൊഴുതതിന് ശേഷം മുഖ്യമന്ത്രി നടന്നു പോകുന്നു. മുഖ്യമന്ത്രി പോറ്റിയോട് സംസാരിക്കുകയോ കുശലം പറയുകയോ ചെയ്തിട്ടില്ലെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുന്നിൽ നിന്ന് മാറാൻ മുഖ്യമന്ത്രി ആംഗ്യം കാട്ടുന്നതും കാണാം. ഈ വീഡിയോയിൽ നിന്നുള്ള സ്റ്റിൽ ഗ്രാബാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരുദ്ദേശത്തോടെ പ്രചരിക്കപ്പെട്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം.
ഇതേ പരിപാടിയിൽ നിന്നുള്ള ഒരു ചിത്രം KPCC നിർവാഹക സമിതി അംഗം N സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തതും വിവാദമായിരുന്നു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിടിച്ചു നിൽക്കുന്നതായി ചിത്രീകരിച്ച AI നിർമ്മിതിയാണ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. വിവാദമായതോടെ സുബ്രഹ്മണ്യൻ ആ ചിത്രം ഡിലീറ്റ് ചെയ്തു. സുബ്രഹ്മണ്യന്റെ പേരിൽ വ്യാജ പ്രചാരണത്തിന് പോലീസ് ഇന്നലെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം. സനീഷ്, ഇന്നിപ്പോൾ ഏറ്റവും എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നിരീക്ഷിച്ചത് ഈ ഡി മണി, ദാവൂദ് മണി, ഫിനാൻസ് മണി എന്നൊക്കെ പറയുന്ന ആ മണിയെയാണോ ഇന്നിപ്പോൾ SIT ചോദ്യം ചെയ്യുന്നത് എന്നാണ്. SIT പറയുന്നത് അയാളെ തന്നെയാണ് ചോദ്യം ചെയ്തതെന്ന്. ഇതിന് സമാന്തരമായി ഇവിടെ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു ആരോപണം എന്നതിനപ്പുറത്ത് ശബരിമലയിൽ ലോഹ വിഗ്രഹങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ആദ്യം അന്വേഷണം നടക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് സനീഷ് തോന്നുന്നത്? ഇതിപ്പം രമേശ് ചെന്നിത്തല അല്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ കാണേണ്ടി വരില്ലായിരുന്നു. കാരണം രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കളുള്ള ഒരാളാണ്. മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു ആണ്. അതായത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ അതീവ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മളതിനെ കാണുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതവും വലുപ്പവും ഉണ്ടെന്ന് തോന്നുന്നത്. അത് നിസ്സാരമായിട്ട് കാണേണ്ടതില്ല എന്ന നിലപാട് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു തോന്നലാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയ സ്വർണം അതിൻ്റെ അളവ് കൊണ്ടല്ല, അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അത് പോയത് ശബരിമലയിൽ നിന്നാണ് എന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇപ്പം നമ്മുടെ കഴുത്തിലോ മറ്റോ കിടക്കുന്ന ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയല്ല ശബരിമലയിലുള്ള ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില എന്നത് നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ RDX പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പോൾ അതും മാറിയിട്ട് ശബരിമലയിൽ നിന്ന് പുരാവസ്തുക്കളെടുത്ത് കൊണ്ടുപോയിട്ട് പുറത്ത് വിൽപ്പന നടത്തുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു സംഘമുണ്ട് എന്നും അത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടക്കം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നും അത് ഒരു തവണ ശ്രമിച്ചപ്പോൾ താനതിനെ തടഞ്ഞിരുന്നു എന്നും ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു മുതിർന്ന നേതാവ് കേരളത്തോട് പറയുമ്പോൾ അങ്ങേയറ്റം ഗൗരവം വരികയാണ് അത്. അതുകൊണ്ടാണ് SIT പ്രത്യേക അന്വേഷണ സംഘം ഈ പറയുന്ന ആളുടെ വീട്ടിലും വസതിയിലും ഓഫീസിലും ഒക്കെ പോയിട്ട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുമ്പോൾ അത് കേരളത്തിൽ എല്ലാവരും അന്തം വിടുന്ന ഒരു സംഗതിയായിട്ട് മാറിയത്. അയാൾ വന്നിട്ട് ഞാൻ ഡി മണിയല്ല എന്ന് പറയുന്നതിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അയാളുടെ പേര് ഡി മണി എന്നല്ല. ഡി എന്നത് ഒന്നുകിൽ ഡിണ്ടിഗൽ, അല്ലെങ്കിൽ ദാവൂദ്, അല്ലെങ്കിൽ ഡയമണ്ട്, ഇതിൻ്റെയൊക്കെ ചുരുക്കപ്പേരായിട്ട് ഉള്ളതായിരിക്കാം എന്നാണ് ആളുകൾ പറയുന്നത്. ഡി മണി എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആദ്യം എന്നും ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് വലിയ സമ്പത്തുണ്ടാക്കുകയാണ് ചെയ്തത് എന്നുമൊക്കെയുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയില്ല ഇതിൻ്റെ വസ്തുത എത്രത്തോളമാണ് എന്ന്. ഇപ്പോൾ ഈ ബാലമുരുകനെന്നോ മറ്റോ പറയുന്ന ആളുടെ ഫോണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മുടെ മുന്നിൽ അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പം ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ സംഗതികൾ കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കണ്ട സ്വർണ്ണക്കടത്ത് തന്നെയും ഒരു പ്രധാനപ്പെട്ട വലുപ്പമുള്ള ഒരു സംഗതിയാണ്, ഒരു കേസാണ്, ഒരു വിഷയമാണ്. അതോടൊപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ ദുരൂഹതയും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റിയും വളരെ വലുതാവുകയാണ് എന്ന തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്നു, ഞാൻ ഡി മണിയല്ല എന്ന ആൾ വന്ന് പറയുകയും എൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത, ഹർഷ, ഓർമ്മയുണ്ടാകും, ഹരിഹരവർമ്മ കൊലപാതകമാണ്. അതായത് കൊല ചെയ്യപ്പെട്ട് 13 വർഷമായി ഇയാൾ. പക്ഷേ ഇയാൾ ഹരിഹരവർമ്മ എന്നല്ല ഇയാളുടെ പേര് എന്ന് പോലീസിനറിയാം. ഇയാൾ ആരാണ് എന്ന് ഇപ്പോഴും സംസ്ഥാനത്തെ ഈ അന്വേഷിച്ച പോലീസുകാർക്ക് ആർക്കും അറിയില്ല. ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടു പോയി, 13 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു പോയി. കൊല ചെയ്ത 5 അംഗ സംഘത്തെ സുപ്രീം കോടതി അടക്കം ചെന്ന് ശിക്ഷിച്ചു. ജീവപര്യന്തം തടവിലാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു ആ കാലത്ത്. അവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇയാൾ 2 തവണ വിവാഹം കഴിച്ചിരുന്നു. ഇയാൾ ആരാണ് എന്ന് ആ ഭാര്യമാർക്ക് പോലും അറിയാത്ത ആളാണ് ഈ ഹരിഹരവർമ്മ. ഇയാൾ പൂഞ്ഞാർ രാജവംശത്തിലായിരുന്നു, ഇയാൾ മറ്റേ മാവേലിക്കർ രാജവംശത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതേത് രാജവംശത്തിലുള്ള ആളല്ല എന്ന് അവർ പറയുന്നുണ്ട്. അക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ആളല്ല. പക്ഷേ ആരാണ് ഹരിഹരവർമ്മ? ഒരു പിടിയും ഇതുവരെയില്ല. ഇടക്കാലത്ത് സുകുമാരക്കുറുപ്പാണോ യഥാർത്ഥത്തിൽ ഹരിഹരവർമ്മ എന്ന് പോലും പോലീസ് സംശയിച്ചിരുന്നു. പിന്നെ പ്രായവും കാലമൊന്നും യോജിക്കാത്തതുകൊണ്ട് ആ സംശയം വിട്ടു. പക്ഷേ ഇയാൾ ആരാണ് എന്ന് അറിയില്ല. നമ്മൾ അത്ഭുതപ്പെടുന്നൊരു കാര്യം, 3604 രത്നക്കല്ലുകൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇയാളിൽ നിന്നല്ല, ഇയാളെ കൊന്നിട്ട് മോഷ്ടിക്കാൻ പോയത്, ഇയാളെ കൊന്ന് വീട്ടിലിട്ട് കൊന്നു കളഞ്ഞു. ശ്വാസം പിടിച്ച് ക്ലോറോഫോം ഒക്കെ അമർത്തി കൊന്നു കളഞ്ഞു ഈ സംഘം. അവർ മോഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന 3604 രത്നക്കല്ലുകളായിരുന്നു. അതിൽ ഒരു 300 ഒഴിച്ച് ബാക്കി മുഴുവൻ ഒറിജിനൽ പ്രകൃതിദത്തമായ രത്നക്കല്ലുകളായിരുന്നു. എവിടെ നിന്ന് കിട്ടി എന്നറിയില്ല. ഇയാൾ ആരാണ് എന്നറിയില്ല. ഇയാൾ എങ്ങനെയാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത് എന്നറിയില്ല. ഒരു പിടിയും ഇപ്പോഴും 13 വർഷങ്ങൾക്ക് ശേഷവും പോലീസിനില്ല. നമ്മുടെ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ഒരാൾ ഹരിഹരവർമ്മ എന്ന ഒരു രാജകുടുംബാംഗത്തിൻ്റെ പേര് വിട്ടിട്ട് ഇവിടെ 19 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ട് ഇയാൾ ആരാണ് എന്ന് പോലും പോലും പോലീസിന് പിടികിട്ടാത്ത, ഇയാളെ കൊന്നുകളഞ്ഞ ആൾ സുപ്രീം കോടതി വരെ അവർ ഇന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ശിക്ഷിച്ചു എന്ന് ഓർക്കണം. പക്ഷേ കൊല ചെയ്യപ്പെട്ട ആളാരാണ്, അവരുടെ ഐഡൻറ്റിറ്റി അറിയുകയില്ല. ഇത്രയ്ക്ക് ദുരൂഹമായൊരു സംഭവം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. എവിടെ നിന്ന് കിട്ടിയായിരിക്കണം സ്വർണം അല്ലെങ്കിൽ ഈ രത്നക്കല്ലുകൾ? ഈ രത്നക്കല്ലുകളൊക്കെ പലപാട് ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണല്ലോ. നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും
ദേവാലയങ്ങളിൽ, പല മതങ്ങളുടെ ദേവാലയങ്ങളിലും ഒക്കെയാണല്ലോ പഴയ കാലത്ത് ഈ അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ ഇല്ലാത്ത സെക്യൂരിറ്റി ഇല്ല, പക്ഷേ അവിടെ നിന്ന് പോലും അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ലക്ഷ്യമിട്ടിരുന്നു ഈ സംഘം എന്നൊക്കെ പറയുമ്പോൾ ഈ ഡി മണി എന്ന് കേൾക്കുമ്പോൾ, ഞാൻ ഡി മണിയല്ല, എൻ്റെ പേര് ഡി മണി എന്നല്ല, എൻ്റെ പേര് ഇന്നതാണെന്ന് ഒരാൾ പറയുമ്പോൾ പേര് മാറ്റം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹരിഹരവർമ്മ എന്ന് ഓർമ്മ വരികയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മലയാളി എന്ന നിലയിൽ ഇതിനകത്ത് ഞാൻ പറയുന്നത് നമ്മളൊട്ടും ഇത്തരം വാർത്തകളെ സെൻസേഷനൈസ് ചെയ്യരുത് എന്ന് നിലപാടുള്ള ആളുകളാണല്ലോ നമ്മളെല്ലാവരും, നമ്മൾ സംസാരിക്കുന്ന ആളുകളെല്ലാം സെൻസേഷനൈസ് ചെയ്യരുത്. പക്ഷേ എന്താണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത? മുൻ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം പറയുകയാണ്. മറ്റൊരു വ്യവസായിയുടെ മൊഴി ഇതോട് ഉപോത്ബലകമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇവിടെ ഹരിഹരവർമ്മയുടെ കൊലപാതക കേസുണ്ട് 13 വർഷങ്ങൾക്ക് മുമ്പ്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ പറഞ്ഞൊരു മലയാളിയുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യമാണ്. പക്ഷേ അത് ആരാണെന്ന് കണ്ടെത്താൻ പോലും ഏറ്റവും സജീവമായിട്ടുള്ള നമ്മുടെ പോലീസ് അന്വേഷണത്തിന് പോലും സാധിച്ചിട്ടില്ല, 13 കാലങ്ങൾക്ക് ശേഷം പോലും. അപ്പോൾ നമ്മുടെ ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ട് എന്നും അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് എന്നും പറയുകയും ഒരു തമിഴ്നാട്ടിലെ വ്യവസായി ഞാൻ ഇന്നയാളാണെന്ന് മാറ്റി മാറ്റി പറയുകയും പോലീസ് അവിടെ ചെന്ന് അന്വേഷണം നടത്തുകയും കാര്യങ്ങളൊന്നും വ്യക്തമാകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങേയറ്റം ദുരൂഹമായൊരു സംഗതിയിലാണ് നമ്മളുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സോണിയാഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ വിഷയങ്ങൾ സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ വിഷയത്തിന് അതിൻ്റേതായിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ട് താനും. പക്ഷേ ഈ ദുരൂഹത നമ്മുടെ ഈ സ്വത്തിൻ്റെ ശേഖരം എന്ന നിലക്കും അമൂല്യമാണ്. എന്നാൽ ആ സ്വത്തിന് തന്നെ 10 മടങ്ങോ 10,000 മടങ്ങോ വാല്യൂ ഉണ്ടാക്കുന്ന ഈ പ്രത്യേക സ്ഥാനത്തിൻ്റെ, ദേവസ്ഥാനത്തിൻ്റെ പ്രാധാന്യം കൂടെയുള്ള ഈ നമ്മുടെ അമ്പലങ്ങളുമായിട്ട്, ക്ഷേത്രങ്ങളുമായിട്ട്, മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊരു കറക്ക് കമ്പനിയും അന്താരാഷ്ട്ര കള്ളക്കട സംഘവും പുരാവസ്തു മാഫിയയും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന ആശങ്കയുണ്ടാക്കുന്നൊരു ദിവസമാണെന്ന് പറഞ്ഞാൽ അധികമാകില്ല. തീർച്ചയായും ഒരു കാര്യം, ഇപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ ജയിലിൽ കിടക്കാൻ അർഹരാണ് എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണിത്. കാരണം ഈ ശബരിമലയിലെ സന്നിധാനത്ത് വെച്ച് തന്നെ വേണം എന്ത് അറ്റകുറ്റപ്പണികൾ നടത്താൻ എന്ന വ്യവസ്ഥ ഉണ്ടെന്നിരിക്കെ അവിടെ നിന്ന് അത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അതിന് കാരണക്കാരായുള്ള ആളുകളെ തന്നെയാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അവർ സ്വർണം മോഷ്ടിച്ചു എന്നതല്ല യഥാർത്ഥത്തിൽ ആരോപണം. അവർ ഇത്തരത്തിൽ ഭരണപരമായ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം സംശയലേശമന്യേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന കുറേ കാര്യങ്ങളെങ്കിലും ഉണ്ട്, എല്ലാം അല്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ അകത്ത് കിടക്കാൻ തന്നെയാണ് യോഗ്യർ. 2 വർഷത്തേക്കാണ് ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ കാലയളവ്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അവർക്ക് ബോധ്യം കാണുകയുള്ളൂ. പക്ഷേ നമ്മൾ പല ആവർത്തി നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പോറ്റി അവിടെ കയറിയിട്ട് 2004 കയറിയതാണ് ശബരിമലയിൽ. ദീർഘകാലമായി അവിടെ തുടരുന്നുണ്ട്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ പോറ്റി അവിടെ ചെന്നങ്ങ് കയറുകയല്ല. ആ പോറ്റിയെ അവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനമുണ്ട്. അത് സർക്കാർ സംവിധാനമല്ല. അത് ആ കാലത്തെ UDFൻ്റെ സർക്കാരോ പിന്നീട് ഇക്കാലത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFൻ്റെ സർക്കാരോ അല്ല പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് കയറ്റിയിരിക്കുന്നത്. അത് തന്ത്രിയാണ്. തന്ത്രിയുടെ ബന്ധത്തിലാണ് പോറ്റി അവിടെ എത്തുന്നത്. തന്ത്രിയായിരിക്കുന്ന ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ തന്നെയാണ് പോറ്റി നേരത്തെ സഹപൂജാരിയായോ മറ്റോ ഒക്കെ പണിയെടുത്തിരുന്നത്. ഈ അന്താരാഷ്ട്ര റാക്കറ്റ് എന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഇവിടെ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അമൂല്യമായ വസ്തുക്കളൊക്കെ കടത്തിക്കൊണ്ടുപോകുന്ന, ഇപ്പോഴും അതിനില്ലാത്ത മൂല്യമുണ്ട് എന്ന് സ്ഥാപിച്ച് പല സാധനങ്ങളും കച്ചവടം നടത്തുന്ന, വ്യാജമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം സാധനങ്ങൾ കച്ചവടം നടത്തുന്ന ആളുകളടക്കം ധാരാളം പേരുണ്ട്. മോൻസൺ മാവുങ്കലൊക്കെ നമ്മുടെ ഇവിടെ ജീവിച്ച് ജയിലിൽ പോയവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് അത്തരം പല ആളുകളും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരുപക്ഷേ ഡി മണി അതിൽപ്പെടുന്ന ഒരാളാണോ എന്നുള്ളത് ഇനി SIT കൂടുതൽ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ഇടപാട് നടക്കുന്നുണ്ട്. ആ കാര്യത്തിലും എനിക്ക് ഒരു സംശയവുമില്ല. അപ്പോൾ എൻ്റെ സംശയം ഇതല്ല, ഈ ശബരിമലയിലിരുന്ന വാജിവാഹനം, കൊടിമരത്തിന് മുകളിലിരുന്ന വാജിവാഹനം, അത് തന്ത്രിയുടെ കയ്യിലായിരുന്നു. തന്ത്രി എന്തിനാണ് അത് കയ്യിൽ സൂക്ഷിക്കുന്നത്? അദ്ദേഹം ലളിതമായി അതിനൊരു വിശദീകരണം കൊടുത്ത് തടിയൂരി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത് തന്ത്രിക്ക് കൈവശം വെക്കാൻ അവകാശമുണ്ട്. ഒരു തന്ത്രി ഇങ്ങനെ ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവസാന വാക്ക് എന്നുള്ളതാണ് സങ്കല്പം. അതുകൊണ്ട് എന്താ പ്രശ്നം? തന്ത്രി പറയുകയാണ് അതെനിക്ക് കൈവശം വെക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി പറഞ്ഞില്ലേ, അങ്ങനെയാണല്ലോ എന്ന് കരുതും. എന്തിനാണിത് കൈവശം വെച്ചത്? ഇത്തരം എത്ര വാജിവാഹനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികളോ തന്ത്രിയുടെ കൈവശമുണ്ട്. തന്ത്രിക്ക് എന്താണ് പോറ്റിയുമായി ബന്ധം? പോറ്റിക്ക് എന്താണ് ഈ തന്ത്രി കുടുംബത്തെ ഈ സ്വർണം വിറ്റ അവിടെ സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കാനും അവിടെ പൂജ നടത്താനും ഒക്കെയുള്ള സ്വാധീനം? ഇതൊക്കെ അറിയേണ്ടത്. ഇപ്പോൾ ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് കാണുമ്പോൾ ഈ തന്ത്രിയിലേക്ക് കൂടെ ചോദ്യങ്ങൾ എത്തും, സ്വാഭാവികമായിട്ടും സംശയമില്ലാതെ അതിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ
അതിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന കാര്യം മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ സംശയം. ഇത് കാണുമ്പോൾ സ്വാഭാവികം, കാരണം അവിടെ ഇപ്പം വലിയ പഞ്ചലോഹ വിഗ്രഹങ്ങളൊന്നും നിരവധിയുള്ള ഒരു ക്ഷേത്രമല്ല ശബരിമല എന്ന് ചിലർ പറയുന്നുണ്ട്. നമുക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും അങ്ങനെ ആ നിലയ്ക്ക് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ ചിലതായിരിക്കാം, അതായത് ആ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉള്ള ചില സംഗതികളെയൊക്കെ ആയിരിക്കാം ഈ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത്. കാരണം തനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു പവൻ്റെ മാല പോലെയല്ല ശബരിമലയിൽ അയ്യപ്പൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു പവൻ്റെ മാല. അതിൻ്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. അവിടെ ഇരിക്കുന്ന ഓരോ ചെറിയ ചെറിയ ഉരുപ്പടികൾക്കും ഈ പറയുന്ന മൂല്യം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള കച്ചവടം നടത്താനുള്ള ഇടപാടുകളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് വെറുതെ പറയുകയല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല പറയുകയല്ലേ, അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഒരു വിഷയത്തെ സെൻസേഷനലൈസ് ചെയ്ത് അതിനെ ആ നിലയ്ക്ക് പുകച്ച് കത്തിക്കുക എന്നതേ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്വർണത്തിൻ്റെ അളവ് എന്നത് ഇതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ 4.5 കിലോ സ്വർണം എന്നുള്ളതല്ല ആ പാളിയിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ കൃത്യമായ അളവ് തന്നെ പറയുന്നതാണ് നമുക്കും നല്ലത്, നാട്ടുകാർക്കും നല്ലത്. അത് ഈ പറയുന്ന 4.5 കിലോ അല്ല, അതിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ അളവാണുള്ളത്. എത്ര അളവാണെങ്കിലും അതിൻ്റെ മൂല്യം വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ആ സ്വർണ്ണപ്പാളികളുടെ കച്ചവടത്തെക്കാളൊക്കെ എത്രയോ വലിയ കച്ചവടമായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഈ പറയുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കൊണ്ടുപോയി കച്ചവടം നടത്തിയിട്ടുണ്ടാവുക. കാരണം അയ്യപ്പൻ്റെ അവിടെ സന്നിധാനത്തിൽ ഉണ്ടായിരുന്ന ഒരു വസ്തു എൻ്റെ കുടുംബത്തിൽ ഇരിക്കുക എന്നതുപോലും വളരെ മഹത്തായ ഒരു സംഗതിയായി കരുതുന്ന ഭക്തർ ധാരാളമുണ്ട്. അവരെത്ര പണം വേണമെങ്കിലും അതിന് മുടക്കാം. അതിനപ്പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ഇങ്ങനെ ഒരു പഞ്ചലോഹ വിഗ്രഹം എന്ന് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയോ ഈ വാജിവാഹനത്തെയോ ഒക്കെ കൊണ്ടുപോയി അവതരിപ്പിച്ചാൽ അത് വാങ്ങാൻ ആളുകൾ ഉണ്ടാവില്ലേ? ആ നിലയ്ക്കൊക്കെ കൂടി അന്വേഷണം നീങ്ങേണ്ടതല്ലേ എന്ന സ്വാഭാവികമായ സംശയമാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ തലത്തിലേക്ക് നമ്മൾ പോയാൽ അതിനകത്ത് ഏറ്റവും അതുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഫോട്ടോയൊന്നും വെച്ച് ആരെയും വിധിക്കാൻ നിൽക്കരുത്, ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വിഷയത്തെ ആരോപണം ഉയർത്തിക്കൊണ്ടുവരരുതെന്ന്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഫോട്ടോ വച്ചുള്ള ആരോപണം എന്നത് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഫോട്ടോ വച്ചുള്ള ആരോപണം അതേ മട്ടിൽ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി തന്നെ ഈ സോണിയാഗാന്ധിക്കൊപ്പം ഈ പോറ്റി നിൽക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതോടെ കോൺഗ്രസ് നേതൃത്വം കുറച്ച് പതറിയോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അടൂർ പ്രകാശ് ആ കാര്യത്തെ വിശദീകരിക്കുന്നത് കണ്ടപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഈ UDF കൺവീനർ അതിനെ വിശദീകരിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ പോറ്റി വിളിച്ചപ്പോൾ പോയതാണ് എന്നാണ്. ഞാനല്ല അവിടെ അത്തരത്തിലൊരു അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത്, പോറ്റി വിളിച്ചപ്പോൾ പോയി എന്ന് പറയാൻ തക്കവണ്ണം സോണിയാഗാന്ധിയുടെ അടുത്ത് അത്ര നിസ്സാരമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണോ പോറ്റി? അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഇടപെടൽ ആരാണ് നടത്തിയത്? ഇത് ന്യായമായ ചോദ്യമല്ലേ? ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എന്തായാലും അടൂർ പ്രകാശിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഹർഷ, അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ, അതായത് ഈ ഗായത്രി ബാബു എന്ന് പറയുന്ന CPM-ൻ്റെ കൗൺസിലറായിരുന്ന ആൾ, അവർ സോണിയാഗാന്ധിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന ഒരു വീഡിയോ, ഇങ്ങനൊരു ബന്ധം സോണിയാഗാന്ധിക്ക് എന്തിനായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അതെനിക്ക് തോന്നുന്നു പാർട്ടി സർക്കിളിൽ അവർ പറയുന്നത് സോണിയാഗാന്ധിക്ക് അലക്സാൻഡ്രിയ എന്നൊരു സഹോദരിയുണ്ട്. ഈ അലക്സാൻഡ്രിയ എന്ന സഹോദരി ഇറ്റലിയിലെ അറിയപ്പെടുന്ന പുരാവസ്തു വ്യാപാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ നേരെ എത്തിനിക്ക, ഗണപതി എന്നീ പേരിൽ ഇവർക്ക് ഇറ്റലിയിൽ 2 കടകളുണ്ട്. ഇതിൽ ഗണപതി എന്ന കടയിൽ വിൽക്കുന്ന ദൈവിക സ്വഭാവമുള്ള പൗരാണിക വസ്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന 2007 മുതൽ അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിൻ്റെ വീടിൻ്റെ അടുക്കള വരെ കയറാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. പോറ്റിയത് സോണിയ സ്വർണം പോയത് ഇറ്റലിക്ക് എന്നൊക്കെ പറഞ്ഞ് അവരിട്ടിരിക്കുകയാണ്. ഞാനിത് ഏതെങ്കിലും ഒരു CPM-കാരൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണെങ്കിൽ ഞാനിത് ഇവിടെ പറയില്ലായിരുന്നു. പക്ഷേ ഇത് ഗായത്രി ബാബു എന്ന് വെച്ചാൽ അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടാണ്, അവിടുത്തെ കൗൺസിലറാണല്ലോ, CPM-ൻ്റെ പ്രധാനപ്പെട്ട യുവ നേതാവാണല്ലോ. അവരുടെ ഇതിനകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോ ആണ്. അതായത് അത്രക്ക് ഉത്തരവാദിത്തമുള്ള നേതാക്കൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കനത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. സുബ്രഹ്മണ്യനെ പോലെ മുതിർന്ന നേതാവാണ് ഈ പറയുന്ന വ്യാജ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട് ഈ ആരോപണത്തെ വേറൊരു തരത്തിൽ ഒഴിപ്പിക്കാൻ നോക്കും. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്കാര്യം പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സെൻസേഷനൈസ് ചെയ്യരുത് എന്ന് തോന്നുമ്പോൾ തന്നെ ഇത് വലിയ ഗൗരവമുള്ള സംഗതിയാണെന്ന് നമുക്ക് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുൻ ആഭ്യന്തരമന്ത്രി പറയുന്നു ഇതിനെ നിസ്സാരീകരിച്ച് കാണരുത് എന്ന നിലപാടിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിപ്പോൾ ചെറുപ്പക്കാരിയാണെങ്കിലും യുവ നേതാവാണെങ്കിലും
ഇവരൊരു നേതാവാണല്ലോ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഇത് പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വലുപ്പം കാണുമ്പോൾ നമുക്ക് ബേജാറായി പോകും. അപ്പോൾ അതും ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളതിനെ. പക്ഷേ ഇന്ന് നമ്മൾ പുറത്തുവിട്ട ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അതിനകത്തൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. അതൊരു വീഡിയോയാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും വളരെ വേഗത്തിൽ മുഖ്യമന്ത്രി അവിടെ വരുന്നു, താക്കോൽ കൈമാറുന്നു, സ്ഥലം വിടുന്നു. അത് ആ നിലയ്ക്കുള്ള ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചത്. അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അഭ്യർത്ഥനയിൽ ആണ് മുഖ്യമന്ത്രി അവിടെ വരുന്നത് എന്നും ഈ താക്കോൽ കൈമാറുന്നത് എന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാവും. മുഖ്യമന്ത്രി ഇയാളോട് കൈനീട്ടി പറയുന്നത് മാറി നിൽക്കാനാണ്. അത് മാറി നിൽക്കാൻ പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അത് AI സഹായത്തോടെ ഇതുപോലെ ആ കൈ ചെവിക്ക് പിടിക്കുന്നതാക്കി സ്നേഹിച്ച് ലാളിക്കുന്ന മട്ടിലാക്കിയിട്ടാണ് N സുബ്രഹ്മണ്യം അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനൊക്കെ മുമ്പ് തന്നെ, അതായത് മുഖ്യമന്ത്രിയും ഇയാളും ഒരുമിച്ച് ഇങ്ങനെ മുഖാമുഖം എന്തോ ചെവിയിൽ പറയുന്ന മട്ടിൽ നിൽക്കുന്നത് പോലെ അത് മുറിച്ചെടുത്തത് ഈ വിവാദം തുടങ്ങുന്ന ഘട്ടത്തിലാണ്. അത് ആര് ചെയ്തതാണ്? അതായത് മുഖ്യമന്ത്രിയും ഇയാളും ഈ വീഡിയോയ്ക്കുള്ളിൽ നിന്ന് അത്തരത്തിൽ ഇവർ രണ്ടുപേരുടെ അടുത്തടുത്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഫോട്ടോ വിവാദം തുടങ്ങുമ്പോഴല്ല, ആ വിവാദം തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ വിവാദമാണ്. അത് ആര് ചെയ്തതാണ്? അപ്പോൾ ഇതിനകത്ത് ആസൂത്രിതമായ ഒരു നീക്കം എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോ പുറത്ത് വിടുന്നത് വരെ ഈ കാര്യത്തിൽ അത് ഇവർ രണ്ടുപേരുടെ എന്തോ ഒരു, നമ്മൾ തന്നെ വിചാരിക്കുമല്ലോ, എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു നിൽക്കുന്ന ഫോട്ടോ എടുത്തതാണ്. ഞാൻ അങ്ങനെ കരുതിയത്. എന്തെങ്കിലും ഒരു പരിപാടിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇത്തരം പരിപാടി തന്നെ ആയിക്കോട്ടെ, 1-2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും തന്നെയല്ലേ നമ്മൾ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. മുഖ്യമന്ത്രി അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്, വണ്ടി കയറി പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ നേരത്തെ കാലേ കൂട്ടിയുള്ള ഒരു ആസൂത്രണം ഈ ആരോപണം ഉയരുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം. ഒറ്റ കാര്യം കൂടി പറയട്ടെ, അതായത് ഇത്രയ്ക്ക് ഗൗരവമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പറയുകയാണ്. അതായത് ഇതിനകത്ത് ഇത്രയും ഗൗരവതരമായുള്ള തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, ശരിയാണ്, രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കും. ചിലപ്പോഴൊക്കെ കടന്ന ആരോപണങ്ങളും ഇല്ലാത്ത ആരോപണങ്ങളും ആയിരിക്കും. ഇപ്പോൾ ഗായത്രി ബാബുവിൻ്റേതാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഭാഗത്ത് വന്ന ഫോട്ടോ മാറ്റിക്കലൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആണല്ലോ. പക്ഷേ അവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് പക്ഷവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിൽ ഇത്ര ഗൗരവതരമായിട്ടുള്ള ഒരു സംഗതിയുടെ യഥാർത്ഥ വസ്തുത വെളിവാകുന്നത് തടയപ്പെടുന്നുണ്ടോ എന്ന കാര്യം കൂടെ രാഷ്ട്രീയ നേതൃത്വം എന്ന നിലക്ക് അവർക്ക് പരിശോധിക്കാനും ജാഗ്രതപ്പെടാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം. എനിക്ക് ഇതിൽ കൗതുകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ സോണിയാഗാന്ധിക്ക് അടക്കം ഇത്തരത്തിൽ ബന്ധമുണ്ടോ എന്ന സംശയം എന്നൊക്കെ CPM ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ആരോപണം എന്തുകൊണ്ടാണ് BJP ഏറ്റുപിടിക്കാത്തത് എന്നുള്ള ഒരു സംശയമാണ്. അതായത് മുതിർന്ന നേതാക്കളാരും തുടർച്ചയായി അത്തരം ഒരു ആരോപണം ഉന്നയിച്ച് കാണുന്നില്ല നമ്മൾ എന്നുള്ളത് കൂടി ഓർക്കണം. അത് ഒരു കൗതുകകരമായ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു നിശബ്ദതയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ചെറുമീനുകൾ മാത്രം ഇടപെട്ട ഒരു സ്വർണ്ണ മോഷണം എന്ന് ആദ്യം തോന്നിയ ഒരു കേസിൻ്റെ ചിത്രം ദിനം പ്രതി വികസിക്കുന്നതാണ് കേരളം കാണുന്നത്. സന്നിധാനവും ശബരിമലയും ദേവസ്വം ബോർഡും തെന്നിന്ത്യയും കടന്ന് അന്തർദേശീയ തലങ്ങളിലേക്ക് വരെ ആഴ്ന്നിട്ടുണ്ട് കൊള്ളയുടെ വേരുകളെന്നാണ് വെളിപ്പെടുന്ന വിവരം. കാണെ ചുരുളഴിഞ്ഞ് തെളിയുന്നത് ലക്ഷണമൊത്തൊരു വമ്പൻ ഹെയ്സിൻ്റെ ചിത്രമാണ്. കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ വിപണി മൂല്യത്തിനപ്പുറം പുരാവസ്തു പുണ്യമൂല്യങ്ങൾ കൂട്ടിച്ചേർത്താണ് കോടികളുടെ പെരുക്കക്കണക്കിൽ അധോലോക വ്യാപാരം നടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊള്ളക്കാർക്കിടയിൽ നടന്ന ചതിയിലും വഞ്ചനകളും വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്നാണ് വിവരം. പോറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തുടങ്ങി ഇപ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പിന്നിൽ ഇനിയും വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നതിൽ ഒരു സംശയവും ഈ ഘട്ടത്തിൽ നമുക്കില്ല. ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ളവർ മാത്രമല്ല കൊള്ളയുടെ ഒത്താശക്കാരും കൈകാര്യക്കാരും എന്ന നിലയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആരെല്ലാമാണ് ഈ മാഫിയയിലേക്ക് ഇനി കണ്ണി ചേർക്കപ്പെടുക എന്ന ചിത്രം തെളിയേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്ക് കാത്തിരിക്കാം. ആദ്യ ഇടവേള.